ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ കുറച്ച് വെണ്ടയ്ക്ക ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വറ്റിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെണ്ടയ്ക്ക വറ്റിക്കുന്നതാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. വെണ്ടയ്ക്ക ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം മൂത്ത വെണ്ടയ്ക്ക ആവരുത് കേട്ടോ, ചള്ള് വെണ്ടയ്ക്ക വേണം എടുക്കാനായിട്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഫസ്റ്റ് ഒന്ന് വെണ്ടയ്ക്ക വറുത്തെടുക്കുമ്പോൾ ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. വെണ്ടയ്ക്ക ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഒരു സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക വറ്റിച്ചത്. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ സ്പെഷ്യലായിട്ടൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് പെട്ടെന്ന് വീഡിയോയിൽ വന്നില്ല, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളകാണ് കേട്ടോ. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് 4 എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് കുറച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടിയാണ് കേട്ടോ ചേർക്കാനുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ തേങ്ങയാണ് ഇട്ടെടുത്ത് ചേർത്ത് കൊടുക്കുന്നത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെണ്ടയ്ക്ക വറ്റിച്ചതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ. നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.